കടുവേനെ ആടിനെ കടുവ തിന്നു. എന്നിട്ട് നാലെണ്ണത്തിന് തിന്നു. എന്നിട്ട് പോലും ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റിയില്ല, ഒരു പോസ്റ്റർമാർക്കും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതേപ്പറ്റി ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുക്കണം. ചെക്കായി അവരുടെ മൊബൈലിലായി അങ്ങനെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓൺലൈൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. എന്നാന്ന് ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. ഇതൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പോകാൻ സമയമില്ല. ഞങ്ങൾ ഇതും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. ഞങ്ങൾ ഇതും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. ഈ കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ടു ഈ ആടിനെ വളർത്തും പാല് കൊടുത്തും ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നവരാ. ഞങ്ങളെ പോലെയുള്ള ഓരോ ജനങ്ങളും അതെ ഇവിടെയുള്ള ഞങ്ങൾക്ക് ഒത്തിരി സമ്പന്നതയൊന്നും ഉണ്ടായിട്ടില്ല. ഈ കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ടു ആട് വളർത്തും കന്നാലി വളർത്തും ഒക്കെ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത്. അതിനൊരു നഷ്ടപരിഹാരം തരാതെയും ഈ ആടിനെ കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് തൂത്തടിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ പൊടിയിൽ നിന്നിട്ട് നിങ്ങൾ അങ്ങ് പോകും. പിന്നെ നിങ്ങളെ രാവിലെ കടുവ പിടിക്കുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വനം വകുപ്പിന്റെ വെറ്ററിനറി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയിച്ച സമയത്ത് അവരെത്തി 15-20 സ്പോട്ടിലെത്തി. അവർ അതിന് അരമണിക്കൂറിനുള്ളിൽ അവരെത്തി. അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റുകാരും എത്തി. പക്ഷെ അവർ വന്ന് അവരെ കൊണ്ട് പറ്റുന്നൊക്കെ നോക്കി. പക്ഷെ കടുവ താഴെ ഉണ്ടായിരുന്നു, അവർക്ക് വെടിവെക്കാൻ പറ്റിയില്ല. അതെന്ത് കാരണം എന്ന് അറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു രാത്രി വെടിവെക്കാൻ പറ്റില്ല, രാത്രി കടുവനെ വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയണേ. കടുവ ഈ താഴെ കിടപ്പുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞതാണ് ഇങ്ങനെ. പക്ഷെ രാത്രി പറ്റിയല്ല, നിങ്ങൾ വരയ്ക്കാതിരുന്നോ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ എന്ത് പറഞ്ഞാലും പകൽ ഒരിക്കൽ കടുവനെ വെടിവെക്കാൻ കിട്ടൂല. രാത്രി നിരീക്ഷണം തന്നെ നടത്തണം. പിന്നെ ഈ സംവിധാനം ഏകോപനമില്ല. ഡോക്ടറും സംവിധാനവും എല്ലാം ഒരുമിച്ച് നിന്നാലേ ഇതിനെ നമുക്ക് കൈകാര്യം പറ്റൂ. ഇപ്പോൾ ആടിനെ പിടിച്ചു, നാളെ മനുഷ്യനെ ജനങ്ങളെ ദീപക് മോഹൻ തുടരുന്നു. ദീപക് മോഹൻ, കടുവ പേടിയിലാണ് ആ നാട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണോ? സുജിയ, കടുവയെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ സ്ഥിരമായി തന്നെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ കടുവയെ മാറ്റാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത് കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ടെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ ഈ കടുവ ആടിനെ പിടിച്ചതിന് ശേഷം തൊട്ടടുത്ത കൃഷിയിടത്തിൽ കടുവയുണ്ടായിരുന്നു. പക്ഷേ ആ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമിച്ചില്ല. രാത്രിയിൽ വെടിവെക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി എന്ന് പ്രദേശവാസികൾ നേരത്തെ ഇപ്പോൾ നമ്മളോട് പ്രതികരണത്തിൽ വ്യക്തമാക്കിയതാണ്. അതിനെതിരെയാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം ഈ അമരക്കുനി മേഖല എന്നൊക്കെ പറയുന്നത് ക്ഷീരകർഷകരും അടക്കമുള്ള ആളുകൾ, നിരവധി ആളുകളുള്ള സ്ഥലമാണ്. സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ നിത്യേന ഈ ദിവസം യാത്ര ചെയ്യുന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ ഈ കടുവ ഭീതി മൂലം 2-3 ദിവസമായി ഈ മേഖലയിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിൽ അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയിൽ ലൈറ്റ് ഇടരുതെന്നും അതുപോലെ തന്നെ പുറത്തിറങ്ങരുതെന്നും എന്നൊക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ. ഓരോ ദിവസവും ഓരോ വീട്ടിലെത്തി ആടുകളെ മാത്രം പിടികൂടുന്ന ഒരു കടുവയായി മാറിയിരിക്കുന്നു. ഒരു കോൺഫ്ലിക്റ്റ് ആനിമലാണ്. ഇത്തരത്തിൽ കാട്ടിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുമായി ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ കടുവയായിരുന്നു ഏകോപനമില്ല എന്നും നാട്ടുകാർ ആരോപിക്കുകയാണ്. വലിയ രീതിയിൽ അവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് 15 മിനിറ്റിനകം വനംവകുപ്പിന്റെ സംഘമെത്തി. പക്ഷേ കടുവ അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കടുവ കൂട്ടിലൊന്നും കയറുന്ന ലക്ഷണമില്ല. ആടിനെ കടിച്ചു കൊന്നു. കടുവയെ അങ്ങനെ വിഹാരം തുടരുകയാണ്. മയക്കുവെടി വെച്ച് എത്രയും പെട്ടെന്ന് കടുവയെ താഴെയിടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അവിടെ ജനവാസ മേഖലയാണ്, കൃഷിയിടമാണ്. എവിടെയാണ് കടുവ പതുങ്ങിയിരിക്കുന്നത് എന്ന ആശങ്കയോടെയാണ് അവിടെ കുഞ്ഞുങ്ങളടക്കം ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബമായി തന്നെ ആളുകൾ എത്തി പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് മോഹൻ തുടരുന്നുണ്ട്. ദീപക് മോഹൻ, ഇപ്പോൾ വനംവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? കടുവയെ എങ്ങനെ പിടിക്കാമെന്നാണ്? കൂട് വെച്ചിട്ട് കൂട്ടിൽ വന്ന് കയറുന്നയാളല്ലല്ലോ കടുവ എന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ദിവസമായി ആ കൂട് അവിടെ ഇരിക്കുകയാണല്ലോ. സുജിയ, നിലവിൽ 4 കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 4 കൂടുകളിലും കടുവ ആക്രമിച്ചു കൊന്ന ആടിന്റെ ജഡം ഇരയായി വെച്ചാണ് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഈ നാളിത്ര കഴിഞ്ഞിട്ടും കടുവ കൂട്ടിൽ കയറിയിട്ടില്ല. പകരം മയക്കുവെടി വെക്കാനുള്ള
നീക്കങ്ങളും വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി അല്ലെങ്കിൽ ഈ കടുവയെ ഇവിടെ നിന്ന് കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് വനം വകുപ്പ് പോകുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ കടുവയായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മയക്കുവെടി വെച്ചാൽ കടുവ ചത്തുപോകാനുള്ള സാധ്യത വനം വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഓരോ ദിവസം കൂടുന്നവരും പുതിയ കൂടുകൾ സ്ഥാപിച്ചും ഒപ്പം ക്യാമറകളും സ്ഥാപിച്ച് ഈ കൂട്ടിലേക്ക് കടുവയെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനിടയിലാണ് ഓരോ ആടുകളെയും ഓരോ ദിവസവും പിടിക്കുന്നത്. അതിനെതിരെയാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതിലേക്ക് കടുവയെ തെളിച്ച് കയറ്റുന്നതിന് പകരം മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റണം, മയക്കുവെടി വെക്കാൻ എന്താണ് താമസം എന്നുള്ള രീതിയിലാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ കാണുന്നത്. സുജിത, പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ വനംവകുപ്പ് ഒപ്പം തന്നെ പോലീസും ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? അവിടുത്തെ ഒരു വാഗ്വാദമൊക്കെ അവസാനിച്ചോ ദീപക്? സുജിയ, നിലവിൽ പുൽപ്പള്ളി SI TG ദിലീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വനംവകുപ്പ് ഊർജിതമായി തന്നെ തിരച്ചിൽ നടത്തുന്നതിനൊപ്പം 2 കുങ്കിയാനകളെയും ഈ മേഖലയിൽ എത്തി കടുവയ്ക്കായുള്ള ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ രാത്രി തെർമൽ സ്കാനർ ക്യാമറ ഉപയോഗിച്ച് കടുവയ്ക്കായുള്ള നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിനിടയിൽ കടുവയുടെ സാന്നിധ്യം ആ തെർമൽ ക്യാമറ സ്കാനറിൽ തെളിഞ്ഞതുമാണ്. പക്ഷേ പിന്നീട് പുലർച്ചയോടുകൂടി ഈ തെർമൽ ക്യാമറ സ്കാനറിന്റെ ബാറ്ററി മാറ്റുന്നതിനിടയിൽ കടുവയുടെ ലൊക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കടുവയ്ക്കായുള്ള തെരച്ചിൽ ഈ സമീപ പ്രദേശത്ത് വനം വകുപ്പ് നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DFO നമ്മളോടൊപ്പമുണ്ട്. DFO സൗത്ത് വയനാട് DFO അജിത് രാമൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറേ, എന്താണ് ഇവരോട് മറുപടി പറയാനുള്ളത്? ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ എന്താണ് സാർ ഇപ്പോൾ? സംഘർഷം ഉണ്ടാവാനുള്ള സാഹചര്യം അതിന് ഞാൻ പറയുന്നത് ശരിയല്ല. ഏതായാലും ഈ പറയുന്ന ഈ കടുവേനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ പറയുന്ന രാത്രിയോ പകലോ എന്നോ വ്യത്യാസമില്ലാതെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകും. രാവിലെ ഇപ്പോൾ ഇവിടെ കടുവ ആക്രമിച്ച് ആട് ചത്തു. ആ സമയത്ത് കടുവ തൊട്ടടുത്ത പറമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് വെടിവെച്ചില്ല എന്ന് വീട്ടുകാർ അപ്പം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അത് രാത്രി സമയത്തായിരുന്നു. പുലർച്ചെ തന്നെ ഡോക്ടർമാരിവിടെ എത്തിയിരുന്നു. അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലവത്തായില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ശ്രമം ഇനിയും നമ്മൾ തുടരും. അതിൽ രാത്രിയും പകൽ എന്നുള്ളൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോൾ ഈ പകൽ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നടത്തി. അതിൽ ഈ പറയുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരിട്ടും നമ്മൾ പരിശോധിച്ചതിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെ, കഴിയാതിരുന്നത് തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന രാവിലെ ഒരു കാപ്പിത്തോട്ടത്തായതുകൊണ്ടും ഇരുട്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാവിലെ ഈ പറയുന്ന മയക്കുവെടി വെക്കാനുള്ളൊരു സാഹചര്യം അനുകൂലമല്ലാതെ വന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന പരിശോധനകൾ തുടരും. മയക്കുവെടി വെക്കാനുള്ള അതെ തീർച്ചയായിട്ടും നമ്മളിവിടെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാർ 24 മണിക്കൂറും ഇവിടെയുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ ടീമും ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാത്രിയും പകലോ വ്യത്യാസമില്ലാതെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നതാണ്. ചേച്ചി ഇങ്ങോട്ട് ഈ കടുവേനെ മയക്കോടി വെച്ച് ഇപ്പൊ പിടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഈ പിടിച്ച കടുവയ്ക്ക് ഞങ്ങളൊക്കെ നഷ്ടപരിഹാരം എന്ത് ചെയ്യും? 2-3 കുഞ്ഞാടുകളുണ്ട്. സാറ് വന്ന് നോക്ക്. നിലവിലിപ്പോ 4 ആടുകളെ പിടിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് DFOയ്ക്ക് എന്താ പറയുന്നത്? നഷ്ടപരിഹാരം നാളെ തന്നെ നൽകുന്നതായിരിക്കും. ഈ പറയുന്ന അതെ ക്യാഷായിട്ട് അതായത് ഈ പറയുന്ന ഇവരുടെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ഈ പറയുന്ന ആട് നഷ്ടപ്പെട്ട 4 വ്യക്തികൾക്കും നാളെ തന്നെ ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് വെറ്റിനറി ഡോക്ടർ നിശ്ചയിക്കുന്ന തുക പൂർണ്ണമായിട്ടും നാളെ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഈ കാർഡുകളൊക്കെ നിലവിൽ കൂട്ടുകളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എപ്പോഴാണ് വെറ്റിനറി ഡോക്ടർ തുക നിശ്ചയിക്കുക? ഇന്ന് തന്നെ നിശ്ചയിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.